പറയട്ടെ, ബിഗ് ബോസ് തന്നിരിക്കുന്ന റൂൾസ് പ്രകാരമാണ് ഞാൻ അത് ബ്രേക്ക് ചെയ്താണ് ഞാൻ ഇത്രയും ദിവസം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ പല ആൾക്കാരും അത് ബ്രേക്ക് ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ശ്രമിച്ചിട്ട് പോലും ആരും മര്യാദയ്ക്ക് പോയിട്ടില്ല. കള്ളനായിക്കോട്ടെ കള്ളിയായിക്കോട്ടെ മാറിയിരുന്ന ഗ്യാങ് കളിക്കുക. എന്താ ബിഗ് ബോസ് സീസൺ 7 ഇന്നത്തെ ലൈവ് എപ്പിസോഡിൽ അടിപൊളി ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 സ്വേച്ഛാധിപതികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു ടാസ്കിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹൗസിനുള്ളിൽ എല്ലാവരും അവിടെ നിരന്ന് നിൽക്കും. എല്ലാവരും ഒരു ചോദ്യം ഒരാളോട് ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുക. എന്നിട്ട് അവരിൽ ഏറ്റവും നന്നായിട്ട് മറുപടി പറയുന്ന ആളെയാണ് സ്വേച്ഛാധിപതിയായിട്ട് തിരഞ്ഞെടുക്കുക. ഇതായിരുന്നു ടാസ്ക്. അപ്പോൾ ഈ ഒരു ടാസ്കിൽ അനുമോള് അടിപൊളിയായിട്ട് മറ്റേ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് കാര്യം. അനുമോള് പൊളിച്ചടിക്കുന്നത് തന്നെ വേണം പറയാൻ. കാരണം അത്രയും നന്നായിട്ട് അനുമോള് ആ ഒരു ചോദ്യങ്ങൾക്കൊക്കെ നല്ല ഒരു ഇതുമില്ലാതെ അടിപൊളിയായിട്ട് അതിന് മറുപടി കൊടുത്തു എന്ന് വേണം പറയാൻ. അപ്പോൾ എന്താണ് ആ ഒരു ചോദ്യം എന്നും മറുപടി എന്നും ഒക്കെ നമുക്കൊന്ന് കേട്ടാലോ. ഒരു ഡിബേറ്റ് വന്നപ്പോൾ അണ്ണാക്കിൽ പിരിവെട്ടി മാറി നിന്ന ഒരാൾ, ഇവിടെ നെവിന് പ്രേക്ഷകരുണ്ടെന്ന് പറഞ്ഞപ്പോൾ നെവിന്റെ കൂടെ കണ്ടന്റ് കിട്ടാൻ വേണ്ടി നടക്കുന്ന ഒരാൾ, ഇവന്റെ കൂടെ ആരിന്റെ കൂടെ ലവ് ട്രാക്ക് പിടിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, സ്വന്തമായിട്ടൊരു നിലപാടില്ലാതെ ഇവിടെയുള്ള മറ്റ് ക്യാമറകളിൽ എന്തൊക്കെയോ കോപ്രായം കാട്ടി കണ്ടന്റ് കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്വച്ഛാധിപതി ആയാൽ താങ്കൾക്ക് ഇതിനപ്പുറത്തോട്ട് താങ്കൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ എല്ലാവരും ഐക്യകണ്ഠേനെ വിശ്വസിക്കുന്നു. അപ്പൊ എങ്ങനെ നോക്കി കാണുന്നു? ഈ സ്വേച്ഛാധിപതി ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ ഇവിടെയുള്ള എല്ലാ വ്യക്തികളും പറഞ്ഞത് അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞവരാണ് ഇവിടെ നിൽക്കുന്ന പലരും. പക്ഷേ ഇവിടെ ബിഗ് ബോസ് പല റൂൾസും കൊണ്ടുവന്നിട്ട് അതൊന്നും മര്യാദയ്ക്ക് ചെയ്യാതെ അതിനെ ബ്രേക്ക് ചെയ്ത കുറെ ടീംസ് ആണ് ഈ നിൽക്കുന്നത്. കള്ളനായിക്കോട്ടെ കള്ളി ആയിക്കോട്ടെ, എന്താ പറയണ്ടേ, ചപ്പാത്തി കള്ളി. ഞാൻ ചപ്പാത്തി മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ബിഗ് ബോസിന് അറിയാം. എനിക്ക് ബിഗ് ബോസിന് മാത്രം അറിയിച്ചാൽ മതി, ജനങ്ങളെ അറിയിച്ചാൽ മതി. അല്ല നിങ്ങളെ പോലുള്ളവരെ അറിയിക്കേണ്ട ഒരു ആവശ്യം. ഞാൻ പറയട്ടെ, സ്വേച്ഛാധിപതി ആയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളത് അതിനുള്ള നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കും. ഞാൻ പറയട്ടെ, ബിഗ് ബോസ് തന്നിരിക്കുന്ന റൂൾസ് പ്രകാരമാണ് ഞാൻ അത് ബ്രേക്ക് ചെയ്താണ് ഞാൻ ഇത്രയും ദിവസം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടത്തിൽ പല ആൾക്കാരും അത് ബ്രേക്ക് ചെയ്ത ടൈമിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ശ്രമിച്ചിട്ട് പോലും ആരും മര്യാദയ്ക്ക് പോയിട്ടില്ല. കള്ളനായിക്കോട്ടെ കള്ളിയായിക്കോട്ടെ മാറിയിരുന്ന ഗ്യാങ് കളിക്കുക. എന്താ ആരെയും പുറത്തുകാരെ ചൊറിയാനോ മാന്താനോ ഒന്നും ഞാൻ പോയിട്ടില്ല. വെറുതെ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അനുമോളുടെ മെക്കെട്ട് കയറുന്ന കുറെ വ്യക്തികൾ ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ പറഞ്ഞ ലവ് ട്രാക്ക്, 23 വയസ്സുള്ള ഒരു പയ്യനെ 30 വയസ്സായി ഞാൻ എന്തിനു പ്രേമിക്കണം? ലവ് ട്രാക്ക് അവനെന്റെ ബ്രദർ കാര്യം എനിക്കറിയാം, എനിക്ക് എന്റെ ആളുകൾക്കറിയാം, എന്റെ ജനങ്ങൾക്കറിയാം. നിങ്ങളെ പോലുള്ളവർക്ക് വിശ്വസിപ്പിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. മാത്രമാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. പച്ചവെള്ളത്തിന്റെ ചൂട് താങ്കൾ പറഞ്ഞു എന്റെ അണ്ണാക്കിൽ എന്തായിരുന്നു. ഞാൻ അതിനുള്ള ഉത്തരം കൊടുത്തു. എന്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചത് ആളുകളെ, മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാനാണ്. അത് ഇന്നും നാളെ ഞാൻ സ്നേഹിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? സ്വന്തം വിളിക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ എന്റർടൈൻമെന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതാരാണ് ചെയ്തതെന്ന് പോലും പറയാനുള്ള ഗട്സ് കാണിക്കാത്ത